നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ക്ഷേമ പെൻഷൻ തട്ടിയെടുത്ത ഉദ്യോഗസ്ഥരിൽ നിന്ന് തുക ഉടൻ തിരിച്ചുപിടിക്കാൻ സർക്കാർ പലിശയടക്കം തുക സമയബന്ധിതമായി തിരിച്ചുപിടിക്കും. അനധികൃത ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നവരെ കണ്ടെത്താൻ കൂടുതൽ അന്വേഷണം നടത്തും. ഇവരെ സഹായിച്ചവരെ കണ്ടെത്താനും പരിശോധന. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ സപ്ലിമെന്ററി കൺസെഷൻ കരാർ ഇന്ന് ഒപ്പുവയ്ക്കും. ചടങ്ങ് തുറമുഖ മന്ത്രിയുടെ ഓഫീസിൽ രാവിലെ 11-ന്. കരാറിലുള്ളത് ആദ്യഘട്ടത്തിന്റെ നിർമ്മാണ കാലാവധി കൂട്ടുന്നത് ഉൾപ്പെടെയുള്ള വ്യവസ്ഥകൾ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട നിർമ്മാണത്തിന് കരാർ ഏറെ ഗുണം ചെയ്യുമെന്ന കണക്കുകൂട്ടലിൽ സർക്കാർ. ആലപ്പുഴ പുറക്കാട് പഞ്ചായത്തിന് പുറമെ സീപ്ലെയിൻ പദ്ധതിയെ സ്വാഗതം ചെയ്ത് കൈനഗിരി പഞ്ചായത്തും. പ്രാദേശിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തയ്യാറെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് MC പ്രസാദ് ന്യൂസ് 18-നോട്. നവീൻ ബാബുവിന്റെ ആത്മഹത്യയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പൊതു താൽപര്യ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. മുരളീധരൻ കോഞ്ചേരി ഇല്ലം നൽകിയ ഹർജിയാണ് കോടതി പരിഗണിക്കുക. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഗുരുതര വീഴ്ചയിൽ കൊല്ലത്തെ കശുവണ്ടി വ്യവസായിക്ക് നഷ്ടമായത് കിടപ്പാടം. സാമ്പത്തിക പ്രതിസന്ധിയിൽ ഇടപെടൽ ആവശ്യപ്പെട്ട അപേക്ഷ നൽകിയത് 2022-ൽ. വ്യവസായ ഓഫീസിൽ നിന്ന് മറുപടി ലഭിച്ചത് 2 വർഷം വൈകി കഴിഞ്ഞയാഴ്ച. ഗത്യന്തരമില്ലാതെ ഫാക്ടറി പൂട്ടി വ്യവസായി. വീടും സ്ഥലവും ലേലം ചെയ്ത് ബാങ്ക്. തിരുവനന്തപുരം മുണ്ടേല സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റിന്റെ ആത്മഹത്യയിൽ അന്വേഷണവുമായി പോലീസ്. മുണ്ടേല മോഹനന്റെ ആത്മഹത്യയിൽ അസ്വാഭാവിക മരണത്തിന് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുന്നത് വെള്ളറട CIയുടെ നേതൃത്വത്തിലുള്ള സംഘം. ആത്മഹത്യാക്കുറിപ്പിലെ ആരോപണങ്ങളിൽ തെളിവ് ലഭിച്ചാൽ മറ്റ് വകുപ്പുകൾ കൂടി ഉൾപ്പെടുത്തുമെന്ന് പോലീസ്. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ തുടർ നടപടികൾക്കായി പെൺകുട്ടിയുടെ കുടുംബം നിയമവിദഗ്ധരുമായി കൂടിയാലോചനകൾ നടത്തും. ആദ്യ പരാതി ഹൈക്കോടതി ഇടപെട്ട് ഒത്തുതീർപ്പാക്കിയതാണെങ്കിലും പുതിയ സാഹചര്യത്തിൽ കോടതിയെ സമീപിക്കുന്നതിന് തടസ്സമില്ല എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ഭർത്താവ് രാഹുൽ ഹൈക്കോടതിക്ക് നൽകിയ ഉറപ്പുകൂടി ലംഘിച്ചെന്ന പെൺകുട്ടിയുടെ കുടുംബം. മുനമ്പം ഭൂമി പ്രശ്നത്തിൽ പ്രദേശവാസികൾ നടത്തുന്ന നിരാഹാര സമരം 47-ാം ദിവസത്തിലേക്ക്. സമരത്തിന് ഐക്യദാർഢ്യവുമായി കൂടുതൽ സംഘടനകളും വ്യക്തികളും സമരപന്തലിലേക്ക്. ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചെങ്കിലും പ്രശ്നപരിഹാരമാകും വരെ സമരം അവസാനിപ്പിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിൽ സമരസമിതി. ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ പരിഗണനാ വിഷയങ്ങൾക്ക് മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചതോടെ നടപടികൾ വേഗത്തിലാകുമെന്ന് പ്രതീക്ഷ. കോഴിക്കോട് കൊടുവള്ളിയിൽ സ്കൂട്ടറിൽ യാത്ര ചെയ്യുകയായിരുന്ന സ്വർണ്ണ വ്യാപാരിയെ ആക്രമിച്ച് 2 കിലോ സ്വർണം കവർന്നു. കടയടച്ച് വീട്ടിൽ പോവുകയായിരുന്ന മൂത്തമ്പലം സ്വദേശി ബൈജുവിനെ ആക്രമിച്ചാണ് കാറിലെത്തിയ 4-അംഗ സംഘം സ്വർണം കവർന്നത്. കവർച്ച നടന്നത് ഇന്നലെ രാത്രി 10:30-ഓടെ. വയനാട് ലോക്സഭാ MPയായി പ്രിയങ്ക ഗാന്ധി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. രാവിലെ 11 മണിക്കാണ് സത്യപ്രതിജ്ഞ. മഹാരാഷ്ട്രയിലെ നന്ദേഡ് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച് രവീന്ദ്ര വസന്ത് റാവുവും ഇന്ന് ചുമതലയേൽക്കും. സംസ്ഥാനത്ത് ഇന്ന് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലെ അതിതീവ്ര ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറി ശ്രീലങ്ക തീരം തൊട്ട് തമിഴ്നാട് തീരത്തേക്ക് നീങ്ങും. കേരള തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശബരിമല സന്നിധാനത്ത് തിരക്ക് നിയന്ത്രണ വിധേയം. ഇന്നലെ 74,463 തീർത്ഥാടകർ 18-ാം പടി കയറി. ഇന്ന് രാവിലെ 6 മണിവരെ 10,325 ഭക്തരാണ് സന്നിധാനത്തെത്തിയത്. ദേശീയ വാർത്തകൾ. മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫട്നാവിസിനെ ഇന്ന് BJP ദേശീയ നേതൃത്വം പ്രഖ്യാപിച്ചേക്കും. 2 ഉപമുഖ്യമന്ത്രിമാരും ഉണ്ടായേക്കും. ഏക്നാഥ് ഷിൻഡെയും അജിത് പവാറും ഇന്ന് ഡൽഹിയിലെത്തി BJP ദേശീയ നേതാക്കളെ കാണും. അതിനിടെ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായി ഹേമന്ത് സോറൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങൾക്കായി കേരളത്തിന് 72 കോടി കേന്ദ്രം അനുവദിച്ചു. അമിത്ഷാ ചെയർമാനായ ഉന്നതാധികാര സമിതിയുടേതാണ് തീരുമാനം. വിവിധ സംസ്ഥാനങ്ങൾക്കായി 1115.67 കോടി രൂപയാണ് കേന്ദ്രം അനുവദിച്ചത്. ഉത്തരാഖണ്ഡിനും ഹിമാചൽ പ്രദേശിനും 139 കോടി രൂപ വീതവും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് 378 കോടി രൂപയും മഹാരാഷ്ട്രയ്ക്ക് 100 കോടി രൂപയുമാണ് അനുവദിച്ചത്. കർണാടകത്തിനും കേരളത്തിനും 72 കോടി രൂപ വീതവും തമിഴ്നാടിനും പശ്ചിമബംഗാളിനും 50 കോടി രൂപ വീതവും അനുവദിച്ചു.
അന്താരാഷ്ട്ര വാർത്തകൾ. ഇസ്രായേലും ഹിസ്ബുള്ളയും വെടിനിർത്തൽ കരാർ അംഗീകരിച്ചതിന് പിന്നാലെ സ്വന്തം വീടുകളിലേക്ക് തിരികെ പോകാൻ ലെബനനിലെ ആയിരങ്ങൾ. പലായനം ചെയ്തവർ തിരികെ പോകാൻ ഒരുങ്ങുന്നത് കഴിഞ്ഞ ഒക്ടോബർ 8 മുതൽ നിർത്താതെ തുടരുന്ന ആക്രമണത്തിന് താൽക്കാലിക ശമനം വന്നതോടെ. തെക്കൻ ലെബനനിലേക്ക് പോകുന്ന റോഡുകളിൽ വൻ തിരക്ക്. വെടിനിർത്തൽ വരുന്ന 60 ദിവസങ്ങൾക്ക് മാത്രമാണ് ബാധകമെന്നും ഏത് നിമിഷവും ഈ കരാർ ലംഘിക്കപ്പെടുമെന്നും ആശങ്കയിൽ ലെബനൻ സ്വദേശികൾ. സ്ട്രാസ്ബർഗിലെ യൂറോപ്യൻ പാർലമെന്റ് മന്ദിരത്തിന് മുന്നിൽ പലസ്തീൻ അനുകൂല പ്രകടനം. ഗാസയിലെ പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് പ്രകടനം. പാർലമെന്റിന് മുന്നിൽ പ്രതിഷേധിച്ചത് 100 കണക്കിന് പ്രവർത്തകർ. ഗാസയിൽ ഉടൻ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യണമെന്ന് ആവശ്യം. കായിക വാർത്തകൾ. ISLൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് FC ഗോവയെ നേരിടും. മൂന്ന് തുടർ തോൽവികൾക്ക് ശേഷം വിജയവഴിയിൽ മടങ്ങിയെത്തിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് ബ്ലാസ്റ്റേഴ്സ്. അവസാന മത്സരത്തിൽ ചെന്നൈയിനെ മറുപടിയില്ലാത്ത 3 ഗോളിന് തകർത്ത ശേഷമാണ് വീണ്ടും ഹോം ഗ്രൌണ്ടിൽ കളിക്കാനിറങ്ങുന്നത്. മുംബൈയോട് പരാജയപ്പെട്ട ശേഷം തോൽവി അറിയാതെ 3 മത്സരങ്ങൾ പിന്നിട്ട ശേഷമാണ് ഗോവ കൊച്ചിയിലേക്കെത്തുന്നത്. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ റയൽ മാഡ്രിഡിനെ തകർത്ത് ലിവർപൂൾ. വിജയം എതിരില്ലാത്ത 2 ഗോളുകൾക്ക്. 5 മത്സരങ്ങളിൽ നിന്ന് 15 പോയിന്റുമായി ലിവർപൂൾ ഒന്നാമത്. ലോക ചെസ് ചാമ്പ്യൻഷിപ്പിലെ ഫൈനലിലെ 3ാം കളിയിൽ ഇന്ത്യയുടെ ഗുകേഷിന് വിജയം. നിലവിലെ ചാമ്പ്യനായ ചൈനയുടെ ഡെങ് ലിറനെ വീഴ്ത്തി ഗുകേഷ്. 14 പോരാട്ടങ്ങൾ ഉൾപ്പെട്ട ഫൈനലിലെ ഗുകേഷിന്റെ ആദ്യ ജയം. ഇതോടെ ഇരുവർക്കും 1.5 പോയിന്റ് വീതമായി. പ്രാദേശികം. ഭീമാപ്പള്ളി ഉറൂസിന് അടുത്ത മാസം 3-ന് തുടക്കമാകും. രാവിലെ 11 മിനാരങ്ങളിൽ പതാക ഉയർത്തും. ആദ്യ ദിവസത്തെ കൂട്ടപ്രാർത്ഥനയ്ക്ക് ഭീമാപ്പള്ളി ചീഫ് ഇമാം സയ്യദ് നജുമുദ്ദീൻ പൂക്കോയ തങ്ങൾ നേതൃത്വം നൽകും. സംസ്ഥാനത്തെ എല്ലാ ഡിപ്പോകളിൽ നിന്നും KSRTC സർവീസ് നടത്തും. ഡിസംബർ 13 വരെയാണ് ഉറൂസ്. ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറുടെ ശില്പം സ്കൂൾ അങ്കണത്തിൽ സ്ഥാപിച്ച കൊല്ലം ആവണീശ്വരം APPM വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ. ഭരണഘടനയുടെ 75ാം വാർഷികത്തിന്റെ ഭാഗമായാണ് ശില്പം സ്ഥാപിച്ചത്. സ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പത്തനാപുരം ഗാന്ധിഭവൻ ചെയർമാൻ ഡോക്ടർ പുനലൂർ സോമരാജൻ പ്രതിമ അനാച്ഛാദനം ചെയ്തു. തിരുവനന്തപുരം ടെക്നോ പാർക്കിന് സമീപം നിയന്ത്രണം വിട്ട കാർ മറ്റൊരു കാറിലിടിച്ച് മറിഞ്ഞു. രാത്രി 12 മണിയോടെയായിരുന്നു അപകടം. കാർ ഓടിച്ചിരുന്നയാൾ ഓടി രക്ഷപ്പെട്ടു. ഉണ്ടായിരുന്ന ആൾക്ക് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കഠിനകുളം സ്വദേശി വിനോദിന്റെ കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സിനിമാ വാർത്തകൾ. ക്യാൻസർ എന്ന മാരക രോഗം ഒറ്റപ്പെടുത്തിയ ഒരു കാർഷിക ഗ്രാമത്തിന്റെ അതിജീവനത്തിന്റെ കഥ പറയുന്ന ദ ലൈഫ് ഓഫ് മാൻഗ്രോവ് എന്ന ചിത്രത്തിന്റെ ചിത്രീകരണം പൂർത്തിയായി. തൃശൂർ അമല ഹോസ്പിറ്റലിലും പരിസരങ്ങളിലുമായായിരുന്നു ചിത്രത്തിന്റെ ചിത്രീകരണം. NN ബൈജു രചനയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രം അടുത്ത മാസം തിയേറ്ററിലെത്തും. ഫാസ്റ്റ് ന്യൂസ് പൂർത്തിയാകുന്നു. നമസ്കാരം.